എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ലിനക്സ് ഉബുന്തു സിസ്റ്റത്തിൽ എങ്ങനെ സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് ഉബുന്തുവിൽ സി പ്ലസ് പ്ലസ് കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ നമുക്കൊരു IDE, അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന IDE ആണ് പ്രോഗ്രാം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. അതും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് എങ്ങനെ നമുക്ക് ഉബുന്തുവിൽ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സി പ്രോഗ്രാമിൽ നമ്മൾ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇതിൽ നമുക്ക് ഉബുന്തുവിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഉബുന്തുവിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി നമ്മൾ GCC കമ്പൈലറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമ്മൾ അത് ചെയ്യേണ്ടത് GCC -version എന്ന് കൊടുക്കുക. വേർഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു മെസ്സേജാണ് വരുന്നതെങ്കിൽ കമാൻഡ് GCC നോട്ട് ഫൗണ്ട് ബട്ട് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് വിത്ത് sudo apt install GCC. ഇതുപോലെയുള്ളൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ സിസ്റ്റത്തിൽ സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് കമ്പൈലർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. കമ്പൈലർ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്കിതുപോലെ കമ്പൈലറിൻ്റെ വേർഷനും കാര്യങ്ങളും നമുക്കവിടെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിന് കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് sudo apt install GCC എന്നാണ്. അതിന് മുമ്പ് നമ്മളൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് sudo apt അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. ഇത് നമ്മുടെ പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് വേർഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കൊടുത്ത ശേഷം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കണം. sudo apt അപ്ഡേറ്റ് എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ശേഷം നമ്മുടെ പാസ്വേഡ് ചോദിക്കും, സിസ്റ്റം പാസ്വേഡ് ചോദിക്കും. ഞാൻ എൻ്റെ സിസ്റ്റം പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. പാസ്വേഡ് കൊടുത്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് ലിസ്റ്റെല്ലാം ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ GCC ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിവിടെ sudo ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കമാൻഡാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. sudo apt install GCC എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടെർമിനൽ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് GCC വേർഷൻ ചെക്ക് ചെയ്ത് നോക്കാം. GCC വേർഷൻ നമുക്കിപ്പോൾ GCC വേർഷൻ കാര്യങ്ങളുമെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനർത്ഥം നമ്മൾ കമ്പൈലർ സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് കമ്പൈലർ നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന IDE ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് sudo apt install കോഡ് ബ്ലോക്സ് എന്ന് കൊടുക്കുക. കോഡ് ബ്ലോക്സ്. ഇതുപോലെ sudo apt install കോഡ് ബ്ലോക്സ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന IDE നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. കോഡ് ബ്ലോക്സ് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കോഡ് ബ്ലോക്സും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ടെർമിനൽ ക്ലിയർ ചെയ്ത ശേഷം നമ്മളിവിടെ കോഡ് ബ്ലോക്സ് എന്ന് കൊടുക്കുക. കോഡ് ബ്ലോക്സ് എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് ബ്ലോക്സ് IDE ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. നമുക്കിനി ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച പോലെ നമുക്കിത് ഉപയോഗിച്ച് സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺസോൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഗോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം സി ആണോ സി പ്ലസ് പ്ലസ് ആണോ നമ്മൾ ഏത് പ്രോഗ്രാമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മളോട് ചോദിക്കുന്നു. അതിൽ ഞാൻ സി സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. പ്രൊജക്റ്റ് ടൈറ്റിൽ ഞാൻ സി പ്രോഗ്രാം എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഫോൾഡർ ലൊക്കേഷൻ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഹോം ഉബുന്തു ഡെസ്ക്ടോപ്പിൽ CPGM എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഫിനിഷ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കമ്പൈലർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് GCC കമ്പൈലറാണ്. ശേഷം ഞാൻ ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിനിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ ക്രിയേറ്റ് ആവുന്നു. സോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് main.c എന്ന് പറയുന്ന ഒരു C ഫയൽ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഒരു മിനിമൽ പ്രോഗ്രാം, ഒരു C പ്രോഗ്രാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നമ്മൾ നേരത്തെ സി പ്രോഗ്രാമിൽ പഠിച്ച പോലെ നമ്മുടെ ട്യൂട്ടോറിയലിൽ പഠിച്ച പോലെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബിൽഡ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് 0 എറേഴ്സ് എന്ന് പറയുന്ന റിസൾട്ട് വരുന്നു.
ശേഷം നമുക്ക് ഈ റൺ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. റൺ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. സോ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ മെസ്സേജ് ഇവിടെ ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ സി പ്രോഗ്രാം. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സി ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ C++ ട്യൂട്ടോറിയൽ പഠിച്ച പോലെ ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.